വഖഫ് ബില്ലിൽ ആകെ കുഴഞ്ഞ കേരള കോൺഗ്രസുകൾ. കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പിനെ തള്ളാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. അതേസമയം മുന്നണിയുടെ നിലപാടിനെ തള്ളാൻ കഴിയില്ല. മറിച്ചൊരു തീരുമാനമെടുത്താൽ ബി.ജെ.പിയിലേക്ക് അണികളുടെ ഒഴുക്ക് തുടരുമെന്ന അവസ്ഥയാണ് കേരള കോൺഗ്രസുകാരുടെ പ്രശ്നം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് വഖഫ് നിയമ ഭേദഗതി സംസ്ഥാനത്ത് സജീവ ചർച്ചയാകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും ബില്ലിനെ എതിർക്കുമെന്ന് ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തെ ചില ക്രിസ്ത്യൻ സഭകൾ രംഗത്തെത്തിയ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി വിഷയം മാറ്റിയെഴുതിയേക്കും എന്ന നിലയിലാണ് ചർച്ചകൾ. കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പടക്കം പ്രതിസന്ധിയിലാക്കുന്നത് പി.ജെ. ജോസഫിനെയും ജോസ് കെ മാണിയെയുമാണ്. വഖഫ് ബില്ലിൽ കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ സ്വീകരിച്ച നിലപാട് കേരള കോൺഗ്രസ് പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. വഖഫ് ബില്ലിന് അനുകൂലമായി പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കെ.സി.ബി.സി പരസ്യമായി കേരളത്തിൽ നിന്നുള്ള എം.പിമാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ നിലപാട് യു.ഡി.എഫിന്റെ ഭാഗമായ പി.ജെ. ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് എമ്മിനെയും നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നു. ഒന്നുകിൽ മുന്നണിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ സഭയുടെ നിലപാടിനൊപ്പം. തിരഞ്ഞെടുപ്പ് കാലം മുന്നിലുള്ളപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാനാകാത്ത അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ. സഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല എന്നതിനാൽ കെ.സി.ബി.സിയുടെ ആഹ്വാനത്തിൽ ഈ പാർട്ടികൾ എടുക്കുന്ന നിലപാടും ഏറെ പ്രധാനമാണ്. കേരളത്തിൽ നിന്നുള്ള എം.പിമാർ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന കെ.സി.ബി.സിയുടെ ആഹ്വാനം ഇതിനോടകം ബി.ജെ.പി നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു എന്നിവർ കെ.സി.ബി.സിയെ സ്വാഗതം ചെയ്തും രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിന് കേരള കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. വഖഫ് ബില്ലിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമായ ശേഷം മാത്രമാണ് പ്രതികരണമെന്നാണ് കേരള കോൺഗ്രസ് എം ചെയർമാനും രാജ്യസഭ എം.പിയുമായ ജോസ് കെ മാണിയുടെ നിലപാട്. സമാനമായ നിലപാടായിരുന്നു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച കോട്ടയം എം.പിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ കെ ഫ്രാൻസിസ് ജോർജ് സ്വീകരിച്ചതും. ബില്ല് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ ഫ്രാൻസിസ് ജോർജ് മുനമ്പത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇതോടെ നിലപാട് തിരുത്തേണ്ട അവസ്ഥയിലേക്കും അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. അതേസമയം ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ എന്ന നിലപാടിലാണ് പാർട്ടികൾ. മുന്നണിയും കെ.സി.ബി.സിയും വിരുദ്ധ നിലപാടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പല നേതാക്കളും നൽകുന്ന പ്രതികരണം. കെ.സി.ബി.സിയുടെ നിലപാടിനോട് കേരള കോൺഗ്രസ് നേതാക്കൾക്ക് പൂർണ്ണമായി എതിർപ്പില്ല. എന്നാൽ ഉൾപ്പെടുന്ന മുന്നണികളുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് വെല്ലുവിളിയാണ്. കെ.സി.ബി.സിയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് യു.ഡി.എഫ് സ്വീകരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് വിഭാഗത്തിനുള്ളത്. മറിച്ചൊരു നിലപാടെടുത്താൽ മധ്യ തിരുവിതാംകൂർ പോലുള്ള ക്രിസ്ത്യൻ ആധിപത്യ പ്രദേശങ്ങളിൽ യു.ഡി.എഫിന് തിരിച്ചടി നേരിടേണ്ട വന്നേക്കാം എന്ന വിലയിരുത്തലാണ്. മാറിയ കാലത്ത് അതിവൈകാരികമായാണ് എല്ലാ പാർട്ടികളും പ്രതികരിക്കുന്നത്. വഖഫ് ബില്ലിനെ അനുകൂലിക്കാനുള്ള കെ.സി.ബി.സിയുടെ ആഹ്വാനത്തിന്റെ പ്രധാന കാരണം മുനമ്പം ഭൂമി തർക്കമാണ് എന്നാണ് കേരള കോൺഗ്രസ് എം വിലയിരുത്തൽ. മുനമ്പം വിഷയത്തിൽ സഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ബില്ലിൽ ഭേദഗതി കൊണ്ടുവരാൻ നിയമപരമായ സാധ്യത പരിശോധിക്കും. ബില്ലിന് മുൻകാല പ്രാബല്യമില്ല. നിലവിലെ നിയമത്തിൽ ജനാധിപത്യ വിരുദ്ധ വശങ്ങൾ വ്യക്തമായാൽ നിയമനിർമ്മാണത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത്.